പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ദെൻ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്, പ്രൊസീജിയർ ഓഫ് പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, ആ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. BRS ക്യാൻ ബി സ്റ്റാർട്ടഡ് ഫ്രം എനി ഓഫ് ദ ബാലൻസ് മെൻഷൻഡ് ബിലോ. നമ്മുടെ കയ്യിൽ രണ്ട് ബുക്കുകളുണ്ട്, ഒന്ന് ക്യാഷ് ബുക്ക്, മറ്റൊന്ന് പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൽ ഒരു പർട്ടിക്കുലർ മന്തിലെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആ ഡേറ്റ് വരെയുള്ള പാസ്ബുക്കും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം, ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസും തമ്മിൽ ഡിഫറൻസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് തയ്യാറാക്കണം? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത്, ആ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഈ രണ്ട് ബുക്കിലെ ഏത് ബാലൻസുകൾ എടുത്ത് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും. BRS ക്യാൻ ബി സ്റ്റാർട്ടഡ് ഫ്രം എനി ഓഫ് ദ ബാലൻസ് മെൻഷൻഡ് ബിലോ. ഫസ്റ്റ് വൺ, ഡെബിറ്റ് ബാലൻസ് ഓർ ഫേവറബിൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് വെച്ച് നമുക്ക് തുടങ്ങാൻ കഴിയും. ക്യാഷ് ബുക്കിൽ രണ്ട് തരം ബാലൻസുകളാണ് വരാറുള്ളത്, ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഫേവറബിൾ ബാലൻസ് ഓർ അൺഫേവറബിൾ ബാലൻസ്. എന്താണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? റെസിപ്റ്റ് സൈഡ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിലാണ് നമ്മൾ ഡെബിറ്റ് ബാലൻസ് അതല്ലെങ്കിൽ ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ബാലൻസ് എവിടെ ഉണ്ട്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അതാണ് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് ഫേവറബിൾ ബാലൻസ് എന്ന് പറയാം. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് വെച്ച് നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും? ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും. അതല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, ദാറ്റ് ഈസ് ഫേവറബിൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. നമ്മുടെ കയ്യിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പാസ്ബുക്കും കയ്യിലുണ്ട്. ആ പാസ്ബുക്കിലെ ബാലൻസ് വെച്ച് നമുക്ക് തുടങ്ങാൻ കഴിയും. നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം ബാങ്ക് അവരുടെ ലെഡ്ജർ ബുക്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്. എന്താണ് കാരണം? നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലയബിലിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അവർക്ക് നമ്മളൊരു ബാധ്യതയാണ്, കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് തന്നെ തരണം. അപ്പം അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ അവരുടെ ലെഡ്ജർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ആ ക്രെഡിറ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് പാസ്ബുക്കിലൂടെ തരുന്നത്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടുകൾ ക്യാഷ് ബുക്കിൽ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതേ എമൗണ്ട് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് അത് ക്രെഡിറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് വിഡ്രോ ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് ഫേവറബിൾ ബാലൻസ് അതല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയാൻ കഴിയും. അപ്പോൾ പാസ്ബുക്കിലെ ആ ഫേവറബിൾ ബാലൻസ് വെച്ച് നമുക്ക് എന്ത് തുടങ്ങാൻ കഴിയും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും. ദെൻ ക്രെഡിറ്റ് ബാലൻസ്, ദാറ്റ് ഈസ് അൺഫേവറബിൾ ബാലൻസ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് ബുക്കിന് രണ്ട് സൈഡുകളുണ്ട്, റെസിപ്റ്റ് സൈഡും ഉണ്ട്, പേയ്മെൻറ്റ് സൈഡും ഉണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിനെ പറയുന്ന പേര് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് കുറവും പേയ്മെൻറ്റ് കൂടുതലുമാണ്. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് അൺഫേവറബിൾ ബാലൻസ് അതല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിലും ആ ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് തുടങ്ങാൻ കഴിയും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും. ദെൻ ഡെബിറ്റ് ബാലൻസ് ഓർ അൺഫേവറബിൾ ബാലൻസ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. അങ്ങനെ ബാങ്കിൽ നിന്ന് നമ്മൾ ഓവർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും ക്യാഷ് നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? ബാങ്കിലേക്ക് കൊടുക്കാനുണ്ട്. എന്ന് പറയുമ്പോൾ ബാങ്കിന് അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാങ്കിന് എന്തായിട്ട് വരും? ഒരു അസറ്റായിട്ട് വരും. നമ്മൾ ഡെപ്പോസിറ്റർ അല്ല, പകരം നമ്മൾ അവിടുന്ന് അധികം എമൗണ്ട് വിഡ്രോ ചെയ്ത് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു അൺഫേവറബിൾ ബാലൻസ് ആണ്. നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനാണുള്ളത്. ആ ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് തുടങ്ങാൻ കഴിയും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും. ഈ 4 ബാലൻസുകളിൽ ഏതെങ്കിലും ഒരു ബാലൻസ് വെച്ച് നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയും. ക്യാഷ് ബുക്കിലെ ബാലൻസ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്നത് പാസ്ബുക്കിലെ ബാലൻസിലാണ്. ദെൻ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസിലാണ് എത്തിച്ചേരുന്നത്. ഇനി ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പരിചയപ്പെടാം. ഏറ്റവും മുകളിലായിട്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡാഷ്, അവിടെ ആ ഫേമിൻ്റെ പേരാണ് എഴുതേണ്ടത്. ദെൻ ആസ് ഓൺ, അവിടെ ഡേറ്റ് എഴുതണം. എന്നാണോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ആ ഡേറ്റാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും 4 കോളങ്ങളാണുള്ളത്. ഫസ്റ്റ് കോളം സീരിയൽ നമ്പർ. ഈ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ഓരോ എൻട്രികളും അതിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? സീരിയൽ നമ്പറുകൾ കൊടുക്കാൻ കഴിയും. ദെൻ സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്. ഈ 2 ബുക്കുകളിലെ ബാലൻസുകൾ തമ്മിൽ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ആ കാരണങ്ങളാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തേണ്ടത്. ദെൻ പ്ലസ് എമൗണ്ട് കോളം വരുന്നുണ്ട്, മൈനസ് എമൗണ്ട് കോളം വരുന്നുണ്ട്. ആഡ് ചെയ്യേണ്ട എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ആ പ്ലസ് കോളത്തിൽ എഴുതണം. ദെൻ ചില എമൗണ്ടുകൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് എഴുതാനുണ്ടാവും, അതാണ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ബാലൻസിൽ ഏതെങ്കിലും ഒരു ബാലൻസ് വെച്ച് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇതിലാദ്യം എഴുതിയിട്ടുള്ളത് ഏത് ബാലൻസ് ആണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ദാറ്റ് ഈസ് ഫേവറബിൾ ബാലൻസ്. ആ ബാലൻസ് എഴുതേണ്ടത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്യാഷ് എവിടെ ഉണ്ട്? ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിലുണ്ട്. ആ എമൗണ്ട് ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം എൻട്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ലെസ്സർ ഇൻ കമ്പാരിസൺ ടു ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിഫറൻസിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കാരണങ്ങളെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ വിശകലനം ചെയ്യണം. അതിൽ ഓരോ എൻട്രികളും അല്ലെങ്കിൽ ഓരോ കോസസും നമ്മൾ പരിഗണിക്കണം. അങ്ങനെ ഓരോ കോസസും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് കുറയാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ഏതൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെയാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. അതിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ്. ക്യാഷ് ബുക്കിലെ എമൗണ്ട് കുറയാൻ കാരണമായിട്ടുള്ള കോസസാണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. എൻട്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ലെസ്സർ ഇൻ കമ്പാരിസൺ ടു ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിലെ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയാനുള്ള സാഹചര്യങ്ങൾ ആ കോസസിലുണ്ടെങ്കിൽ, ആ കാരണം കണ്ടെത്തിയതിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. അതിൻ്റെ എമൗണ്ട് എഴുതേണ്ടത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ്. ദെൻ അതിനുശേഷം എൻട്രീസ് ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ഹയർ ഇൻ കമ്പാരിസൺ ടു ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ദെൻ ഇനി നമ്മൾ കാരണങ്ങൾ വീണ്ടും വിശകലനം ചെയ്യണം. ക്യാഷ് ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിലെ ബാലൻസിനേക്കാൾ കൂടാൻ ഇടയായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി ആ എമൗണ്ടുകൾ മൈനസ് എമൗണ്ട് കോളത്തിലും രേഖപ്പെടുത്തണം. അപ്പോൾ ആ കോസസ് ആദ്യം എഴുതണം. അതിൻ്റെ എമൗണ്ടുകൾ രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? മൈനസ് എമൗണ്ട് കോളത്തിലാണ്. ഇങ്ങനെ എല്ലാ കോസസും നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാലൻസ് ചെയ്യണം. പ്ലസ് എമൗണ്ട് കോളത്തിലെ ടോട്ടലാണ് കൂടുതലെങ്കിൽ ആ എമൗണ്ട് ടോട്ടലായിട്ട് രേഖപ്പെടുത്തണം. അതിനുശേഷം ആ ടോട്ടലിൽ നിന്ന് മൈനസ് കോളത്തിലുള്ള എമൗണ്ടുകൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് കിട്ടും. ഈ ബാലൻസിനെയാണ് നമ്മൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസിലാണ് നമ്മൾ തുടങ്ങിയത്. എവിടെയാണ് നമ്മൾ അവസാനിച്ചത്? പാസ്ബുക്കിലെ ബാലൻസിലാണ് അവസാനിച്ചത്. അപ്പോൾ പ്ലസ് എമൗണ്ട് കോളാണ് കൂടുതലെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന ബാലൻസും ഫേവറബിൾ ബാലൻസ് ആണ്. ഇനി നമുക്ക് കിട്ടുന്നത് മൈനസ് എമൗണ്ട് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന ബാലൻസ് അൺഫേവറബിൾ ബാലൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി സ്റ്റേറ്റ്മെൻറ്റിൽ വരാവുന്ന പ്രധാനപ്പെട്ട എല്ലാ കോസസും നമുക്ക് 1 by 1 ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഫേവറബിൾ ബാലൻസ് ആണ്.
പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനോടുകൂടി ആഡ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ പ്ലസ് എമൗണ്ട് കോളത്തിൽ വരാവുന്ന മാക്സിമം കോസസ് ആണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഒരു സപ്ലയർക്ക് നമ്മൾ ചെക്ക് പേയ്മെൻറ്റ് നടത്തി. ചെക്ക് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. ക്യാഷ് ബുക്കിൽ പേയ്മെൻറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുന്നത്. അതോടുകൂടി ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയും. ഈ ട്രാൻസാക്ഷൻ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലായിട്ടിരിക്കും. പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലും ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവുമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ബാങ്ക് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാസ്ബുക്കിൽ മാത്രം അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണ് കുറവ് വരുന്നത്. പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതും എന്ത് ചെയ്യണം? ഇതും ആഡ് ചെയ്യണം. ദെൻ എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമേഴ്സ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു കസ്റ്റമർ നേരിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്കിലെ എമൗണ്ട് കൂടും. ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്താത്തത് കാരണം പാസ്ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എങ്ങോട്ട് എത്തുന്നത്? പാസ്ബുക്ക് ബാലൻസിലേക്ക് എത്തുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ബാങ്ക്. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ ഡിവിഡൻഡ് ആര് കളക്ട് ചെയ്തിട്ടുണ്ട്? ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. എന്ന് പറയുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടും. ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്താത്തത് കാരണം ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞു കിടക്കും. അങ്ങനെ ക്യാഷ് ബുക്ക് കുറയാനുള്ള ഒരു കാരണമാണത്. അതുകൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയാനുള്ള ഒരു കാരണമാണ് ഇത്തരം എമൗണ്ടുകൾ ആര് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തത്? ബാങ്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. ദെൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഒമിറ്റഡ് ടു എൻ്റർ ഇൻ ക്യാഷ് ബുക്ക്. ഒരു ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തി. അതിൻ്റെ കളക്ഷൻ വന്നു, പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി. അങ്ങനെ വരുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്, പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെയും ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണിത്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അത് പ്ലസ് ചെയ്യുന്ന എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തണം. ദെൻ എനി റോങ് ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക്. ഇനി ബാങ്കിൻ്റെ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും തെറ്റുകൾ കാരണം മറ്റാരുടെയോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് അവർ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാസ്ബുക്കിലെ ബാലൻസ് കൂടും. ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. കാരണം ആ ക്രെഡിറ്റ് ഒരിക്കലും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ എമൗണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് ആ കാരണവും പ്ലസ് ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് ക്യാഷ് ബുക്കിലെ ബാലൻസ് പാസ്ബുക്കിനേക്കാളും കുറവായി കാണിക്കുന്നതിനുള്ള കാരണങ്ങൾ. അതെല്ലാം നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് പ്ലസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പാസ്ബുക്കിലെ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലാവാനും ചില കാരണങ്ങളുണ്ട്. അത്തരം കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്. നമ്മൾ ബാങ്കിലേക്ക് ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയാൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടും അല്ലെ? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താലും അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തും. ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും ആസ് പെർ ക്യാഷ് ബുക്ക്. അത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പാസ്ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറവും ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലുമാണ്. അങ്ങനെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലാവാനുള്ള ഒരു കാരണം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക്. നമുക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് ചില പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പേയ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ അത് പാസ്ബുക്കിൽ അവർ കുറച്ച് എഴുതും. പാസ്ബുക്കിൽ അത് കുറഞ്ഞു കാണിക്കും. ആ പേയ്മെൻറ്റ് നമ്മൾ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലും പാസ്ബുക്കിലെ ബാലൻസ് കുറവാണ്. പാസ്ബുക്കിൽ നിന്നൊരു പേയ്മെൻറ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറവാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് കൂടുതലാവാനുള്ള ഒരു കാരണമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതെന്ത് ചെയ്യണം? മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ബാങ്ക് ചാർജ് ആൻഡ് കമ്മീഷൻ ചാർജ്ഡ് ബൈ ബാങ്ക്. ബാങ്ക് പലതരത്തിലുള്ള ചാർജസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെ പാസ്ബുക്കിൽ നിന്ന് ഏതെങ്കിലും ബാങ്ക് ചാർജസ് അവർ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞു കാണിക്കും. അത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതൽ കാണിക്കും. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതൽ കാണിക്കാനുള്ള ഒരു കോസാണ് നമ്മൾ കണ്ടെത്തിയത്. അതെന്ത് ചെയ്യണം? മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ മറ്റൊരു എക്സാമ്പിൾ, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഡിസോണഡ് ബൈ ബാങ്ക്. നമ്മൾ ബാങ്കിലേക്ക് ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരം ബാലൻസ് കൂടും. ഇതെവിടെ രേഖപ്പെടുത്തുന്നില്ല? പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. കാരണം അത് ഡിസോണർ ആയിട്ടുണ്ട്. അതുകൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറവും ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലാവാനുള്ള ഒരു കാരണമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് നമ്മൾ മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. നമ്മളൊരു സപ്ലയർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്താൽ അത് പേയ്മെൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ പേയ്മെൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വിട്ടുപോയി. ഈ ചെക്ക് നമ്മുടെ അക്കൗണ്ടിൽ പ്രസൻറ്റ് ചെയ്തു, നമ്മുടെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു, അത് ക്യാഷ് വിഡ്രോ ചെയ്തു. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്കിലെ എമൗണ്ട് കുറയും. നമ്മളൊരു ചെക്ക് ഒരു ക്രെഡിറ്റർക്ക് അതല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് ഇഷ്യൂ ചെയ്തു, നമ്മൾ രേഖപ്പെടുത്താൻ വിട്ടുപോയി. ആ ചെക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും ആ സപ്ലയർ എന്ത് ചെയ്തു? ക്യാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയും. പാസ്ബുക്കിലെ ബാലൻസ് കുറവും ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലായിട്ട് നിൽക്കും. എന്താ കാരണം? ആ പേയ്മെൻറ്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് കൂടുതലായി നിൽക്കുന്ന ഒരു കാരണമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടത് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ദെൻ എനി റോങ് ഡെബിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക്. ഇനി ബാങ്കിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു തെറ്റാണ്. മറ്റാരുടെയോ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ബൈ മിസ്റ്റേക്ക് അവർ നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാസ്ബുക്കിൽ എമൗണ്ട് കുറച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലാവാനുള്ള ഒരു കാരണമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡെബിറ്റുകൾ നമ്മുടെ അക്കൗണ്ടിൽ ബൈ മിസ്റ്റേക്ക് ആര് വരുത്തിയിട്ടുണ്ട്? ബാങ്ക് വരുത്തിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രണ്ട് എമൗണ്ട് കോളങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ആദ്യം പ്ലസ് എമൗണ്ട് കോളാണ് കൂടുതലെങ്കിൽ ആ ടോട്ടൽ നമ്മൾ രണ്ടിൻ്റെയും ടോട്ടലായിട്ട് രേഖപ്പെടുത്തി ബാലൻസ് കണ്ടെത്തണം. ഈ ബാലൻസിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിട്ട് കണക്കാക്കാം. ക്യാഷ് ബുക്കിലെ ബാലൻസ് പ്രകാരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതാൻ തുടങ്ങിയത്. അത് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ബാലൻസിലെത്തി? പാസ്ബുക്കിലെ ബാലൻസിൽ എത്തി. പ്ലസ് എമൗണ്ട് കോളാണ് കൂടുതലെങ്കിൽ അത് ഫേവറബിൾ ബാലൻസിലാണ് അവസാനിക്കുന്നത്. ദെൻ ഏതെങ്കിലും സാഹചര്യത്തിൽ മൈനസ് എമൗണ്ട് കോളാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അതിന് അവസാനം കിട്ടുന്ന ബാലൻസിനെ നമ്മൾ അൺഫേവറബിൾ ബാലൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ മനസ്സിലാക്കിയത്. ക്യാഷ് ബുക്ക് ബാലൻസിൽ തുടങ്ങി പാസ്ബുക്ക് ബാലൻസിൽ അവസാനിക്കുന്ന ഒരു ഫോർമാറ്റാണ് പരിചയപ്പെട്ടത്. അതിൽ പ്ലസ് എമൗണ്ട് കോളത്തിൽ വരുന്ന എൻട്രീസ് ഏതൊക്കെയാണ്, മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ട എൻട്രികൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഫോർമാറ്റിൽ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തയ്യാറാക്കാം. ഓക്കെ.